പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ വലിച്ചിഴച്ച് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. നേതാക്കളുടെ കസ്റ്റഡി, വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ലാത്തിച്ചാർജ്, നീറ്റ് പരീക്ഷ അട്ടിമറി എന്നിവയെല്ലാം പ്രതിപക്ഷം പാർലമെന്റിൽ ആയുധമാക്കും. മറ്റ് സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ നോട്ടീസ് നൽകി. പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സർക്കാർ ചർച്ചയ്ക്ക് വഴങ്ങുന്നതുവരെ സഭാ നടപടികൾ സ്തംഭിപ്പിക്കും. ധനസുബോധ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ധനസുബോധ്, ഇന്നലെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ നടപടി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ വലിച്ചിഴച്ചുകൊണ്ടാണ് അവർ കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് മാറ്റിയത്. അപ്പോൾ ആ വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ഇരുസഭകളിലും ഏത് രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്? ഇതിലൊരു ചർച്ച ഉണ്ടാകുന്നതുവരെ സഭാ നടപടികളുമായി സഹകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണോ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്? പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമരം ചെയ്തത്, അവരെ മർദ്ദിക്കുന്നതും അവരുടെ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പരിക്കേൽക്കുന്നതും അടക്കമുള്ള ഒരു ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സമരത്തിന്റെ അലയടികളായിരുന്നു ഉയർന്നിരുന്നത്. മാത്രമല്ല ഈ സമരവും ഈ ഒരു പ്രതിഷേധവും കൃത്യമായി പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, പാർലമെന്റിൽ BJPയെ കൊണ്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആ തരത്തിലേക്ക് തള്ളിവിടുക എന്നുള്ള ലക്ഷ്യത്തോടു തന്നെ വലിയ സമ്മർദ്ദമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ പ്രതിപക്ഷ പാർട്ടി MP-മാർ നിരന്തരം ഇവർ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നു. സഭാ നടപടികൾ ചർച്ച ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രധാനമായും രാജ്യസഭയിൽ ഉന്നയിക്കുന്നത്. നിരവധി MP-മാരാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി ഭേദമില്ലാതെ പ്രതിപക്ഷ പാർട്ടികൾ പല പാർട്ടികളും ചില ആശയപരമായ പല ഭിന്നിപ്പുകളും സമരത്തെ എങ്ങനെ നേരിടണമെന്നുള്ള കാര്യത്തിൽ അവർക്ക് പലതരത്തിലുള്ള ഒരു വിയോജിപ്പുകളുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ വിഷയം തന്നെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരും MP-മാരും ഇതിനകം തന്നെ ലോക്സഭയിൽ നോട്ടീസ് നൽകി കഴിഞ്ഞു. അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. വളരെ തീച്ചുളയിലാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. മാത്രമല്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇപ്പോൾ പന്താടുന്നത്. ഈ പുനഃപരീക്ഷ നടത്തിക്കഴിഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികളാണ് പരീക്ഷ എഴുതാതിരുന്നത്. പരീക്ഷാ സമ്മർദ്ദം കുട്ടികളിൽ വളരെ ശക്തമായിരുന്നു. 22 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. ഇതിനെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടത് ധർമ്മേന്ദ്ര പ്രധാനാണ്. എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി പറയാതെ ഇതിനകത്ത് ഒഴിഞ്ഞു നിൽക്കുന്നു? അതുകൊണ്ട് ഇത് കൃത്യമായി ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകാൻ കഴിയില്ല. മറിച്ച് പ്രത്യേക ചർച്ച ഈ വിഷയത്തിൽ സംസാരിക്കണം, ഇടപെടണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് MP-മാർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടുള്ള നോട്ടീസ് CPM-ഉം CPI-യും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാജ്യസഭയിൽ നൽകിയിട്ടുണ്ട്.